അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കോടികൾ മുടക്കി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഡോക്ടർമാരുടെ കുറവ് തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം. അടിസ്ഥാന സൗകര്യമൊരുക്കാതെ കോടികൾ മുടക്കി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഡോക്ടർമാരുടെ കുറവ് തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. മുൻപ് 16 ഡോക്ടർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ 11 ഡോക്ടർമാർ മാത്രമാണുള്ളത്. 12 വർഷം മുമ്പ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അതിനനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കാത്തത് കാരണം സ്പെഷ്യാലിറ്റി ഡോക്ടർ അടക്കം 36 ഡോക്ടർമാർ വേണ്ടിടത്ത് ലഭിക്കുന്നത് 7 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ്. ജോലിഭാരം കൂടുതലായതിനാൽ തുറവൂർ ആശുപത്രിയിലേക്ക് നിയമിക്കപ്പെടുന്ന ഡോക്ടർമാരിൽ പലരും സ്ഥലം മാറ്റം വാങ്ങിയും അവധിയിൽ പ്രവേശിച്ചും പോവുകയാണ്. പല ദിവസങ്ങളിലും OP വിഭാഗത്തിൽ 2-3 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത്. കുഞ്ഞുകുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള രോഗികൾ മണിക്കൂറുകൾ ക്യൂവിൽ കാത്തുനിന്നാണ് ഡോക്ടറെ കാണുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം ആശുപത്രിയിൽ മിക്കപ്പോഴും ജീവനക്കാരും രോഗികളും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ആശുപത്രി അരൂർ നിയോജന മണ്ഡലത്തിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ്. 1956 റൂറൽ ഡിസ്പെൻസറിയായി ആരംഭിച്ച ആശുപത്രി 1999 സാമൂഹികാരോഗ്യ കേന്ദ്രമായി. 2010 താലൂക്ക് ആശുപത്രിയായി ഉയർത്തി. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. നിത്യേന ശരാശരി 400 പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്താറുണ്ട്. ഹൈടെക് പ്രസവ വിഭാഗത്തിൽ ഒരു സ്ഥിരം ഡോക്ടർ മാത്രമാണുള്ളത്. നിത്യേന 200ഓളം പേർ ഈ വിഭാഗത്തിൽ OPയിൽ എത്തുന്നുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും വർക്ക് അറേഞ്ച്മെന്റിലാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. ദിവസം 1000-നടുത്ത് രോഗികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. ഇന്നലെ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. OPയിൽ ഡോക്ടർമാരില്ലാതായതോടെ രോഗികളുടെ നീണ്ട നിരയായിരുന്നു. അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.